KP രാഹുലിനെ പോലെയുള്ള വെറും ആറ്റിറ്റ്യൂഡ് പാഴ് കളിക്കാരനിൽ നിന്ന് അവസരം കൊടുക്കുന്നതിന് ശരിക്കും ടീം മാനേജ്മെന്റാണ് പണം ഈടാക്കേണ്ടത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി മിന്നറ്റ് താരം KP രാഹുൽ ക്ലബ്ബ് വിടുന്നു. ആരാധകരെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് വന്നത്. What happened, son? I'm done. എൻ്റെ പരിശ്രമങ്ങളെല്ലാം വെറുതെയായി. എൻ്റെ പ്രശ്നം അതെനിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. If you can't fix your problem, then let me fix you. നിങ്ങളെന്നെ കൊണ്ടുപോകൂ. യെസ്, പക്ഷെ അതിനു മുൻപ് യു ഹാവ് ടു ഡു മീ എ ഫേവർ. ഒരു തവണ കൂടെ കൊച്ചിയിലെ ആ മണ്ണിൽ നീ വീണ്ടും ഇറങ്ങണം. പക്ഷെ പേടിക്കണ്ട, ഇത്തവണ നീ അവർക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ് ഇറങ്ങേണ്ടത്. ആർ യു റെഡി? റെഡി. വീണ്ടും കുറെ പ്രതീക്ഷകൾ വാരിക്കൂട്ടി ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ്സിക്കെതിരെ കൊച്ചിയിൽ ഇറങ്ങാൻ പോവുകയാണ്. പുതുവർഷത്തിലെ രണ്ടാം മത്സരത്തിന് ഇറങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിന് കുറച്ചധികം പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് മുൻപ് കാണ്ടാമൃഗത്തെക്കാൾ തൊലിക്കട്ടിയുള്ള മാനേജ്മെന്റിനെ കുറിച്ച് ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട്. ട്രാൻസ്ഫർ വിൻഡോ തുറന്നു. സൗരവ്, രാഹുൽ KP, പ്രബീർ, സൊട്ടേരിയോ, അങ്ങനെ 4 പേരെ നമ്മൾ ഒഴിപ്പിച്ചു. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ എന്തെങ്കിലും ഒരു റീപ്ലേസ്മെന്റ് പ്രതീക്ഷിച്ചിരിക്കുന്ന ആരാധകരുടെ മോന്തക്കടിക്കുന്നത് പോലെ ഒരു സാധനം വരുന്നു. പെയിന്റ് ഡപ്പ. എങ്ങനെ സാധിക്കുന്നടി? റൈറ്റ് വിങ്ങിൽ നിന്നും റൈറ്റ് ബാക്കിൽ നിന്നും 2 പേര് പോയി. അല്ലെങ്കിൽ തന്നെ ബാക്കപ്പ് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ 2 പേരെ പുറത്താക്കിയതും പോരാഞ്ഞിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഫാൻസിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ഒരു പ്രൊമോഷൻ ഇറക്കി വിടുന്നു. ഇടയ്ക്ക് ചില റൂമേഴ്സ് വന്നു, ഏതോ ഒരു വിദേശ ഡിഫൻസീവ് മിഡിനെ കഷ്ടപ്പെട്ട് നോക്കി, പക്ഷെ അവസാന ഘട്ടത്തിൽ അത് ഫെയിലായി. ഇതേ കഥ പറഞ്ഞ് അവസാന നിമിഷം വരെ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആകുന്ന മൊമെന്റിൽ ആർക്കും വേണ്ടാത്ത ഏതെങ്കിലും ഒരു പ്ലെയറിനെ കൊണ്ടുവന്നിട്ട് കണ്ണിപ്പൊടിയിട്ട്. ഇതിനെപ്പറ്റി മാനേജ്മെന്റിന്റെ പെർസ്പെക്റ്റീവിൽ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ തൊലി ഇങ്ങനെ ഉരിയുന്നു. എന്നിട്ടും കഷ്ടം. ബൈ ദ വേ, മാനേജ്മെന്റിന്റെ അപരാധങ്ങൾ ഒരു സൈഡിൽ നടക്കുന്ന സമയത്ത് മറുവശത്ത് കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിച്ചു. AIFF ഡിസിപ്ലിനറി കമ്മിറ്റി കഴിഞ്ഞ മത്സരത്തിലെ ഐബന്റെ റെഡ് കാർഡ് പിൻവലിച്ചു. സോ ഹി ക്യാൻ പ്ലേ ദ നെക്സ്റ്റ് മാച്ച്. AIFF ഒക്കെ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് തീരുമാനമെടുക്കുന്നു. കൃതജ്ഞനായി. അത് മാത്രമല്ല, വിപിൻ മോഹനൻ റിക്കവർ ആയിട്ട് തിരിച്ചു വന്നു എന്ന് പറയുന്ന ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. സോ മിഡിൽ വിപിൻ മോഹനും റൈറ്റ് ബാക്കിൽ ഐബനും സ്റ്റാർട്ട് ചെയ്യും. ഓൾസോ ഇഞ്ചുറി മാറി തിരിച്ചു വന്ന ഹീസസ് ജിമിനസ് ഒഡീഷ എഫ്സിക്കെതിരെ കളിക്കുമെന്ന് പറയുന്ന ഒരു വാർത്ത ഡബിൾ പോസിറ്റീവ് ആണ്. പക്ഷെ അതിനേക്കാളൊക്കെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ്, ഇതുവരെ ഒരറിവുമില്ലാതിരുന്ന ആ പ്ലെയർ ഇഷാൻ പണ്ഡിത ഈസ് ബാക്ക്. സോ കീറി പറഞ്ഞ ഒരു അവസ്ഥയിൽ നിന്നും കുറച്ച് ആശ്വാസം കിട്ടിയ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സ്ക്വാഡ് ഒന്ന് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഒഡീഷ എഫ്സിയുടെ പ്രധാന താരങ്ങളായിട്ടുള്ള ഹ്യൂഗോ ബോബസും പുട്ടിയും 4 യെല്ലോ കാർഡിന്റെ സസ്പെൻഷൻ മൂലം അടുത്ത മത്സരത്തിൽ കളിക്കാനുണ്ടായില്ല. സോ ഒരു ഹോം മത്സരത്തിൽ ഇറങ്ങാൻ പോകുന്ന ബ്ലാസ്റ്റേഴ്സിന് നല്ല കുറച്ച് അഡ്വാൻറ്റേജ് ക്യാരി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഡോണ്ട് ഫോർഗെറ്റ്, ഒഡീഷ എഫ്സിയുടെ പരിശീലകൻ സെർജിയോ ലോബേറയാണ്. ഇരു ടീമുകൾക്കും വിജയം അനിവാര്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒഡീഷ എഫ്സിക്ക് 2 പേരുടെ അഭാവമൊന്നും വലിയ കാര്യമായി ബാധിക്കാൻ പോകുന്നില്ല. ഓൾസോ കഴിഞ്ഞ മത്സരത്തിലെ ആ സസ്പെൻഷൻ കഴിഞ്ഞ അഹമ്മദ് ജാഹു കളത്തിലേക്ക് തിരിച്ചും വരുന്നുണ്ട്. അതിനെല്ലാത്തിനേക്കാളും ഈ മത്സരത്തിലെ കോർ ഹൈപ്പ് അടങ്ങിയിട്ടുള്ളത് ആ പ്ലെയറിലാണ്, രാഹുൽ KP. ഒഡീഷ എഫ്സി രാഹുൽ KPയെ ക്ലബിലേക്ക് എത്തിച്ച സമയത്ത് ആദ്യം കരുതിയിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ആയിരിക്കും രാഹുൽ KP ആദ്യമായിട്ട് കളിക്കാൻ ഇറങ്ങുക എന്നതായിരുന്നു. ബട്ട് ലോബേറ വാസ് ലൈക്ക്, ഇങ്ങോട്ട് വന്നേ മോനെ, നീ ചെന്നൈയിൻ എഫ്സിക്കെതിരെ തന്നെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറങ്ങിക്കോ. ആൻഡ് ആ ഒരു മത്സരത്തിൽ രാഹുൽ KPക്ക് ഒരു ഡ്രീം സ്റ്റാർട്ട് തന്നെയാണ് കിട്ടിയത്. അവസാന നിമിഷം സമനില ഗോൾ രാഹുൽ KPയാണ് സ്കോർ ചെയ്യുന്നത്. അത് ഗോൾ കീപ്പറിന്റെ സെൽഫ് ഗോൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെട്ടതെങ്കിലും രാഹുൽ KP വാസ് ദ ബിഗ് റീസൺ ഫോർ ദാറ്റ് ഗോൾ. സോ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് രാഹുൽ KP ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യും. ലോബേറയ്ക്കാണെങ്കിൽ 4-3-3 എന്ന് പറയുന്ന ഫോർമേഷൻ വിട്ടിട്ട് ഒരു കളിയില്ല. അതുകൊണ്ട് തന്നെ ഒഡീഷ എഫ്സിയുടെ ഹൈ ഇന്റൻസ് അറ്റാക്കിനെ ചെറുത്ത് നിൽക്കാൻ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ മിലോസ് ഇല്ല. അതുകൊണ്ട് തന്നെ പ്രോബബ്ലി അലക്സാണ്ടർ കോയഫിനെ സെന്റർ ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ പദ്ധതി. പക്ഷേ ഇപ്പോഴും 4-2-3-1 എന്ന് പറയുന്ന ഡിഫോൾട്ട് ഫോർമേഷൻ ഫോളോ ചെയ്യുന്നത് അത്ര നല്ലതല്ല. കാരണം സെയിം ഫോർമേഷൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ലോബേർക്കൊക്കെ അത് വരച്ച് പഠിച്ച് പ്രതിരോധിക്കാൻ പറ്റും. സോ കുറച്ച് പ്ലേയേഴ്സിന്റെ അവൈലബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ 4-2-3-1 എന്ന് പറയുന്ന ഫോർമേഷനിൽ നിന്ന് നമുക്കൊരു 4-4-2 സ്വിച്ച് ചെയ്യാൻ സാധിക്കും. യെസ്, 2 man സ്ട്രൈക്കേഴ്സ് പെപ്ര ഹീസസ് കോംബോ ആദ്യ ലെവലിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഏർലി ഗോൾസ് ഒക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സോ ഡിഫൻസിൽ കോയഫും മധ്യനിരയിൽ ലൂണും കൂടെ ആകുമ്പോൾ ഏത് ഫോറിൻ പ്ലെയറിനെ പുറത്തിരുത്തുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നോവ സദോയി. സോ വിങ്ങിൽ അമാവിയെ സ്റ്റാർട്ട് ചെയ്ത് നോവയെ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങുന്ന ഒരു മാതൃക പരീക്ഷിച്ചാൽ അതൊരു ഡിഫറെന്റ് അപ്രോച്ച് ആയിരിക്കും. ബട്ട് ഇതൊരു ഫാൻ ബോയ് ഫിക്ഷൻ മാത്രമാണ്. നോവയെ പുറത്തിരുത്തിയിട്ടുള്ള ഒരു ബോൾഡ് ഡിസിഷൻ എടുക്കുമെന്നുള്ള കാര്യമൊക്കെ സംശയമാണ്. പക്ഷെ ഒരു ഇന്ത്യൻസ് അറ്റാക്കിംഗ് നിരയില്ലെങ്കിൽ മൊർത്തോഡോഫോളും കാർലോസ് ഡെൽഗാഡോ പോലുള്ള 2 എക്സ്പീരിയൻസ്ഡ് സെന്റർ ബാക്കുകളെ ബീറ്റ് ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ എങ്ങനെ വരിഞ്ഞു കെട്ടിയാലും ഗോൾ അടിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഡീഗോ മൊറീഷ്യോ. പുള്ളിയെ പൂട്ടാൻ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ തീർച്ചയായിട്ടും ഒരു എക്സ്ട്രാ പ്ലാൻ വേണം. സോ അത്രയോളം എന്തായാലും ഈ ഒരു മത്സരത്തിന് കൂടുതലായിട്ടൊന്നും പറയാനില്ല. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കാനുണ്ട്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ്. എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റൂ, എങ്ങനെയെങ്കിലും ജയിക്കണം പ്ലീസ്.